ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലായിട്ടേക്ക്. ഞങ്ങളിപ്പോൾ ഒരു വലിയൊരു ലോങ് ട്രിപ്പ് പോണതാണ് ഞങ്ങളുടെ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരു 4-5 സ്റ്റേറ്റ് പോയിട്ടായിട്ടേക്ക് ഞങ്ങൾ ഒരു ടൂർ 4-5 പ്ലേസും കുറേ പ്ലേസിൽ കവർ ആക്കിയിട്ടുള്ളെങ്കിൽ ഒരു ലോങ് ട്രിപ്പായിട്ടേക്ക്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പുറത്തായിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങളെ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് ഞങ്ങൾ പ്ലേസ് മുംബൈ ആയിട്ടേക്ക്. അപ്പോൾ മുംബൈ പോകുന്നുള്ള വെയിറ്റിങ്ങിലാണ്. നാനും എൻ്റെ ചങ്ങായിമാറും അത് വൈഫും കൂടിയിട്ടാണ് ഞങ്ങൾ ഫാമിലി കൂടിയിട്ടായിട്ടേക്ക് പോകേണ്ടത്. ഈ കണ്ട് ഞങ്ങൾ പോകുന്നുള്ള ട്രെയിൻ ಬಂತು. ಗಾಡಿ ಸಂಖ್ಯೆ 2 നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഗോയ്സ്? ഹലോ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് ഗോയ്സ്? അങ്ങനെ ഞങ്ങളിപ്പോൾ ട്രെയിനിന് പറ്റിയിട്ട് ഞങ്ങൾ സീറ്റിൽ ഞങ്ങൾ തെച്ചുകൊണ്ടാം. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് പോയിട്ട് പോയിട്ട് പക്ഷെ പോകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുക ആയില്ല. സീറ്റ് സെറ്റാക്കിയിട്ട് ചെറിയ രീതിയിൽ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഇപ്പോൾ ഉടുപ്പിയിലാണ് എത്തിയത്. ഉടുപ്പിലിക്കുമ്പോഴാണ് മാംഗ്ലൂർ എക്സ്പ്രസ് ഞങ്ങൾ സൈഡ് ഇപ്പോൾ പോയിട്ടുള്ളത്. മാംഗ്ലൂർ എക്സ്പ്രസ് ആയിട്ടിക്കടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഉടുപ്പിയിൽ വന്ന് എത്തിരാം. ഇതിപ്പോൾ ചൊന്നതുപോലെ നേരെ ചൊന്ന ഈ ഒരു റൂട്ട് ചൊല്ലത് ഞങ്ങൾ ഇപ്പോൾ പോകേണ്ടത്, അതായത് മുംബൈ പോകേണ്ട റൂട്ട് ചൊല്ലത് ഒരു അടിപൊളി റൂട്ടായിട്ടേക്ക്. ഏതൊരിടത്തും എക്സ്പീരിയൻസ് ആക്കാനായ ഒരു റൂട്ടായിട്ട്. കാരണം കൊങ്കൺ റെയിൽവേ ഞാൻ കേട്ടിട്ടിക്കോർ കൊങ്കൺ റെയിൽവേ ചൊല്ലത് കൊങ്കൺ റൂട്ട് ചൊല്ലത് അടിപൊളി ഒരു റൂട്ടായിട്ടിരിക്കുന്നത്. അതായത് ഒരുപാട് പർവ്വത, ഒരുപാട് പോലെ, ഒരുപാട് ബ്രിഡ്ജ് ഇതെല്ലാം ഉല്ലംഘിച്ച ഒരു റൂട്ടായിട്ടേക്ക് ഏത് കൊങ്കൺ റെയിൽവേ ചൊല്ലത്. അങ്ങനെ ഞങ്ങൾ ഉടുപ്പിയിൽ നിന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ എന്തായിട്ട് ബുട്ടത്തൂർ 5 മിനിറ്റ് സ്റ്റോപ്പ് എന്തോളൂ 5 മിനിറ്റ് സ്റ്റോപ്പ് ഉടുപ്പിയിൽ. ഇപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഉടുപ്പിൽ പോയിട്ടുണ്ടോ. ഇത് ട്രെയിനിൻ്റെ ഉൾക്കത്തുള്ള ട്രെയിനിൻ്റെ ഉൾക്കത്തിൽ പുറത്ത് കണ്ടെങ്കിൽ വ്യൂ ആയിട്ടേക്ക് നല്ല അടിപൊളിയുള്ള ഇതല്ലാതെ കുറേ ಇನ್ನೂ ഒരെప్పుడు കാഴ്ചയുണ്ട്. അൻരീക്ഷിത അവിടെ ಬೇರೆಂತ ഉണ്ടാകും കാണണം. അത് സർപ്രൈസ് ആക്കുമോ നമ്മ ഫസ്റ്റ് എടുത്ത്. Thank you. Thank you. Nindi iditte. Allahu Akbar, Allahu Akbar, Allahu Akbar, lillahi alhamd. ಇದು ಓಪನ್ ಆಗಿ ಪೆಟ್ಟಿ ಪುಸ್ತಕ ಅಚ್ಚರ ನಾನು ಬರೆಯೋದು ಸುವರ್ಣ ಇಪ್ಪತ್ತು ಬಾರಿ ಚೂರು ಚೂರು ಅದಕ್ಕೆ ನೋಡು ಎಂತ ಡಿವಿಷನ್ ಅಲ್ಲ ಫಸ್ಟ್ ಅದಾದ ನೀನು ಆಯ್ತು ಎಷ್ಟು ಹಾಕೊಂಡ ಇದು ಮುಖ್ಯ ಇದೆ ನಾನು ಇಟ್ಟು ಮಾಡ್ಬೇಕು ಇದು ಬಾ 100 ರೂಪಾಯಿ ಕಿಂತ ಕಡಿಮೆ ಇರ್ತಾರೆ ಫೋನ್ ಮಾಡ್ತು ನಾನು ಜಾಗ್ರತೆ ಬಾಕ್ಸ್ ನಂಬರ್ 2 അടുത്ത വർഷം എവിടെ മക്കളാണ് മഞ്ഞ ഇല്ല ചോക്ലേറ്റ് താങ്ക് യു സോ മച്ച്. ഓപ്പൺ ചെയ്യുന്നു. ഹേ ഗൈസ്, ഇതിപ്പോൾ എനിക്കൊരു അമീന ആക്കാൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നു. ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും ഞാൻ നോക്കട്ടെ. മതി. ആദ്യം ഒരാൾ കൊടുത്ത് പറ്റിച്ചു ഗൈസ്. എനിക്ക് വീണ്ടും അത്ഭുതമാണ്. എനിക്ക് 20 രൂപ. ഹലോ 20 രൂപയാണ് ഗൈസ്. 20 രൂപ. ഇത് എനിക്ക് ട്രെയിൻ നിപ്പിക്കാൻ ഗൈസ്. നീ അല്ല ഉടുക്കന്നെ കൊണ്ടുവന്ന് നീ ഇത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് തന്നത്? ഇത് എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് തന്നത്? അത് യാത്രയിലും വേണ്ട. എന്നാലും നീ ഇത്രയും തന്നല്ലേ, ശുക്രൻ ഇത് മാത്രമേ യാത്രയിൽ കണ്ടേക്ക് വല്ലാത്ത. എത്ര ഇത് തന്നല്ലേ? ഒരു 20 രൂപ 500 രൂപ കിട്ടില്ല. 500 മാത്രം ഒന്നായി. എന്റെ ഓക്കെ കിട്ടിയത് മാത്രം 500, എനിക്ക് 20. അത് മാത്രമേ വേണ്ട. നിങ്ങക്ക് 500, ഞങ്ങൾക്ക് 20 തന്നെ. നീ ആര്? ഞങ്ങൾക്ക് അപ്പുറത്ത് തരാനായില്ല. ഞങ്ങൾക്ക് 500 കിട്ടല. ഇത് നീ തരില്ല. നീ അങ്ങനെ നിങ്ങൾക്ക് അമ്മീൻ്റെ ഗിഫ്റ്റെല്ലാം കിട്ടിയത് കഴിഞ്ഞ നിങ്ങൾ നോക്കിയിട്ട് കഴിഞ്ഞ ട്രിപ്പിലും അതായത് മടിക്കേരി ട്രിപ്പിൽ ഞങ്ങൾ ഡ്രൈവറായിട്ട് കാർ ഡ്രൈവറായിട്ട് ചെയ്യുന്നതായിട്ട് അമ്മീന് അവനായിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിടത്തിയത്. അങ്ങനെ ഏതായാലും ഇപ്പം ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കുന്താപുരത്തിലായിട്ടേക്ക്. ഇനി ഞങ്ങൾ ചൊല്ല പോകേണ്ടത് ഈ ഒരു റൂട്ടർ വിഷയമാണ്. ഞങ്ങൾ നേരത്തെ ഞാൻ ചൊന്നിട്ടിരുന്ന ഇതൊരു കൊങ്കൺ റൂട്ട് ചൊല്ലുന്നത്. കൊങ്കൺ റൂട്ട് ചൊല്ലത് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയണ്ടാണ് ഇതൊക്കെ ചൊല്ലത്. എഞ്ചിനീയറിംഗ് വിസ്മയ കാരണം ചൊല്ലുള്ള കാരണം ഈ ഒരു റൂട്ടിൽ നേരത്തെ പെടുന്ന ചൊന്നതുപോലെ ഒരുപാട് പൊല, ഒരുപാട് ഗുഡ്, ഒരുപാട് പർവ്വത, അതേപോലെ ഒരുപാട് ഫാൾസ്, അതേപോലെ ടണൽ, ഇതെല്ലാം ഉള്ളെങ്കിലത്തെ ഒരു റൂട്ടായിട്ടേക്കാണ് കൊങ്കൺ റൂട്ട് ചൊല്ലത്. അതുപോലെ ചൊന്നതുപോലെ കൊങ്കൺ ചൊല്ലത് എന്താ പറയുക എഞ്ചിനീയറിംഗ് വിസ്മയം ചൊന്നത് ഈ ഒരു റൂട്ട് ചൊല്ലത് കർണാടക, ഗോവ, മഹാരാഷ്ട്ര ഈ 3 സ്റ്റേറ്റായിട്ട് പോകേണ്ട ഒരു റൂട്ടായിട്ട് ഇത്. അതായത് ഇതിൽ സ്റ്റാർട്ടിങ് ചൊല്ലത് മഹാരാഷ്ട്രത്തെ റോഹ ആണെങ്കിൽ ഇതിൽ എൻഡിങ് ചൊല്ലത് കർണാടകത്തിലെ ടോക്കൂർ ചൊല്ല ജാഗായിട്ടേക്ക് ഇതിൽ എൻഡിങ്. അപ്പോൾ ഈ ഒരു റൂട്ടിലോ പിന്നൊരു വിശേഷം വന്നെങ്കിൽ ഈ ഒരു റൂട്ടിൽ പിന്നൊരു വിഷയം വന്നെങ്കിൽ ഏകദേശം 760 കിലോമീറ്ററാണ് ഈ ഒരു റൂട്ട് ഉള്ളത്. അതേപോലെ പിന്നൊരു വിഷയം എന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു റൂട്ടിൽ ഞങ്ങൾക്ക് സിംഗിൾ ലൈൻ മാത്രമേ കിട്ടേ. അതായത് ട്രെയിന് പോണകും ബറകും ഒരേ ലൈനാണ്, ഒരേ ട്രാക്ക് മാത്രമേ ഇക്കടെ. അതാണ് സിംഗിൾ ലൈൻ. അപ്പോൾ ഒരു ട്രെയിൻ പോകണമെങ്കിൽ അതേ റൂട്ടിൽ പോകണു, റിട്ടേൺ ബണ്ടെങ്കിൽ അതേ റൂട്ടിൽ ബറന്നു. അതായത് ഇപ്പം ഞങ്ങൾ സാധാരണ ട്രെയിൻ നോക്കും 2 ലൈൻ ഇക്കടെ, ഒരു റൂട്ടിൽ പോണകും ഒരു റൂട്ട് ബറകും അങ്ങനെ ഇക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇതിൽ സിംഗിൾ ലൈൻ മാത്രമേ ഇടിക്കട. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ ലൈൻ കിട്ടില്ല. ഏതെങ്കിലും ഒരു സ്റ്റേഷൻ വന്നെങ്കിൽ ഒരു ലൂപ്പ് ലൈൻ ഇക്കടെ, ആ ലൂപ്പ് ലൈനിൽ ട്രെയിനിൽ ഇട്ടിട്ട് ബണ്ട് ട്രെയിൻ നിങ്ങൾക്ക് റിട്ടേൺ എന്താക്കി ബറോ കാണും. ഇപ്പം ഞങ്ങൾ ഈ എത്തിയ ജാഗയിൽ ഇത് മിർജാർ ചൊല്ലൊരു ജാഗയായിട്ടേക്ക് ഇവിടെ ട്രെയിനിಗೆ എന്തില്ല സ്റ്റോപ്പ് ಇಲ್ಲ. ಬಟ್ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തിട്ട് 100 ട്രെയിൻ ബറോഗു ബേനായിട്ടേക്ക് ഇവിടെ ഞങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് കൊടുത്തിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ ട്രെയിൻ നിന്നിട്ടുള്ളത് ഈ മിർജാർ ചൊല്ലുന്ന പ്ലേസിൽ ലൂപ്പ് ലൈനിലായിട്ടേക്ക് ട്രെയിൻ നിന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇപ്പോൾ അപ്പുറം പോയെങ്കിൽ നെക്സ്റ്റ് ഒരു എന്താ ട്രാക്ക് കണ്ട, പക്ഷെ ആ ലൈനിലായിട്ടേക്ക് ട്രെയിൻ ബണ്ടത്. അപ്പോൾ ആ ഇതിൽ പോകണക്ക് ബേനായിട്ടാണ് ഇപ്പോൾ ഇത് നോക്കുന്നത്. ഇത് സിംഗിൾ ലൈനാണ്. ഈ ലൈനിലായിട്ടേക്ക് ഇപ്പോൾ അപ്പുറത്ത് ഒരു ട്രെയിൻ പാസ്സായെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇതേ ലൈനിലായിട്ടേക്കൊന്നു ഇവിടേക്ക് പോകണക്ക് ഉള്ളത്. അപ്പോൾ ഈ സിംഗിൾ ലൈനായിട്ടേക്ക് ഇവിടേക്ക് നമുക്ക് പോകണക്ക് ഉള്ളത്. ഇതായിട്ട് ഇതിലൊരു പിന്നെ ഒരു സ്പെഷ്യൽ ചൊല്ലേത്. അപ്പോൾ ഞങ്ങൾ മിർജാറിൽ നിൽക്കുമ്പോഴാണ് നല്ലൊരു മലയും വന്നത്. അപ്പോൾ നമ്മൾ ചെന്നതുപോലെ 760 കിലോമീറ്റർ ആയിട്ടേക്ക് ഊടെ അവിടേക്ക് ഉള്ളത്. അതേപോലെ ഈ ഒരു റൂട്ടിൽ പിന്നൊരു വിശേഷം ചൊന്നെങ്കിൽ ഏകദേശം 2000 ബ്രിഡ്ജാണ് ഞങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. 2000 ബ്രിഡ്ജ്, അതിൽ വലിയ ബ്രിഡ്ജും കൊണ്ടും ചെറിയ ബ്രിഡ്ജും ഞങ്ങൾക്ക് എന്താ ഇതിൽ കാണുക സാധ്യമുണ്ടോ. അതേപോലെ 91 ടണലാണ് ഈ ഒരു യന്ത്രത്തിലുള്ള ഞങ്ങൾക്ക് ഈ ഒരു റൂട്ടിൽ ഞങ്ങൾക്ക് കിട്ടുന്നത്.
അതിൽ കർബ്ഡ് ടണൽ ചൊല്ലൊരു ടണലുണ്ട്. അതായത് 6.5 കിലോമീറ്റർ ദൂരമാണ് ആ ഒരു ടണൽ ഞങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ പിന്നൊരു വിഷയം പൻവാൽ റിവർ ഉണ്ട്. പൻവാൽ റിവറിന്റെ മേലുള്ള എനിക്കത് ബ്രിഡ്ജ്, അത് ഏഷ്യത്തിലെ ഏറ്റവും വലിയ ഒരു ബ്രിഡ്ജായിട്ട് ഈ ഒരു ബ്രിഡ്ജ് ചൊല്ലത് പൻവാൽ. ഇപ്പൊ ഞങ്ങൾ എത്തിയത് മഡ്ഗാവ് ഞങ്ങൾ എന്താക്കി എത്തിയത് ഗോവ ആണ്. മഡ്ഗാവ് ഞങ്ങൾ എന്താക്കി ഇപ്പൊ എത്തിയത്. അതേപോലെ ഈ റൂട്ടിൽ പിന്നൊരു വിശേഷം എന്ന് പറയുന്നത് റോറോ ട്രെയിൻ ആദ്യമായിട്ട് സർവീസ് തുടങ്ങിയതും ഈ ഒരു റൂട്ടിലായിരിക്കും. റോറോ ട്രെയിൻസ് ഒന്നെങ്കിൽ ഈ ഞങ്ങൾ ലോറി എന്താക്കി ട്രെയിനിൽ പോകണ്ടെങ്കിൽ ഒരു സർവീസ് നിങ്ങൾ നോക്കിയിട്ട് പോകാറ്. അത് ഫസ്റ്റ് തുടങ്ങിയതും വാഗന്റെ മേൽ കൂട്ടി എടുത്തോണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പറഞ്ഞ സാധാരണ അത് ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയതും ഈ ഒരു കൊങ്കൺ റൂട്ടിൽ ആയിട്ട്. അതേപോലെ ഈ കൊങ്കൺ റൂട്ട് വലിയൊരു സ്റ്റോറിയാണ് ഇതുക്കുള്ളത്. അതായത് ഫസ്റ്റ് ബ്രിട്ടീഷ് ആൾക്കാർ കൂടി ആക്കൊണ്ട് പുറത്തായിട്ട് പിന്നെ ബാൻഡായിട്ട് വെച്ചവർ കാര്യമായിട്ട് ഈ കൊങ്കൺ റൂട്ട് ചൊല്ലത്. ഇതിരെ ഉണ്ടാക്കിയത് ഇല്ലെങ്കിൽ ഈ ഒരു റൂട്ട് കറക്റ്റായിട്ട് ആക്കിയത് എഞ്ചിനീയർ വിസ്മയ അല്ലെങ്കിൽ മെട്രോ മാൻ ചൊല്ലെങ്കത്തെ കേരളത്തിൽ പെട്ടെങ്കിൽ ഒരാളായിട്ട്, അതായത് ഈ ശ്രീധരൻ ചൊല്ലെ ആളുടെ നേതൃത്വത്തിലായിട്ട് ഇത്രയും കഷ്ടമുള്ളെങ്കത്തെ ഈ ഒരു റൂട്ട് എന്താക്കിയത് റെഡിയാക്കിയിട്ട് തന്നത് അതല്ലേ ഇതായിട്ട് കൊങ്കൺ. അതേപോലെ ഈ ഒരു റൂട്ട് ചൊല്ലത് ഇത് ഉദ്ഘാടന 1998 ജനുവരി 26 കഴിഞ്ഞിട്ട് ഈ ഒരു റൂട്ട് എന്താക്കി ഉദ്ഘാടനം ആക്കിയിരുന്നു. പക്ഷേ ഇതിൽ വലിയൊരു സ്റ്റോറി ഉണ്ടോ, എങ്ങനെയാണ് ഈ ഒരു റൂട്ട് ഉണ്ടാക്കിയത്, എത്ര കഷ്ടമാണ് ഇതിക്ക് വന്നത്, ഇതിൽ അങ്ങ് വന്ന് എടുത്ത എഫേർട്ട് എന്തെല്ലാം, ഇതിന് കുറേ കാര്യം ഇതുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് കാണുക ഈ ഒരു റൂട്ടിൽ ഇല്ലെങ്കിൽ ഈ ഒരു കൊങ്കൺ ട്രെയിനിൻ്റെ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് കാണുക അവിടെ. അപ്പോൾ ചെന്നതുപോലെ ശ്രീധരനായിട്ട് ഈ ഒരു ഇത് റെഡിയാക്കിയത്. പിന്നെ ഈ കൊങ്കൺ റെയിൽവേ ചൊല്ലത് അതൊരു പ്രത്യേകിച്ച് ഒരു കൊങ്കൺ റെയിൽവേ ചൊല്ലത് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. ഇതിൽ ആസ്ഥാന ചൊല്ലത് ബേൽപൂർ നവി മുംബൈ ಟಿಕರೆ CBD ബേൽപൂർ നവി മുംബൈ ಟಿಕರೆ ഇതിലെ ആസ്ഥാന ചൊല്ലത്. അപ്പോൾ ഇതായിട്ട് കൊങ്കൺ റൂട്ടിൽ ഒരു ചെറിയൊരു വിശേഷം ചൊല്ലത്. ഇൻഷാല്ലാ ഞാൻ നെക്സ്റ്റ് ഒരു ഇതിൽ നിങ്ങൾക്ക് അതിൽ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിൽ റൂട്ട് ഉണ്ടാക്കിയതും പഠിച്ചതും എന്തുകൊണ്ട് എന്തൊക്കെ വേനായിട്ട് ഇതന്നെ എടുത്തതും ചൊല്ലതാണ്. പിന്നെ ഇൻഷാല്ലാ പിന്നെ നിങ്ങൾക്ക് ഒരു റൂട്ടിൽ ചൊല്ലാം. ഇനിയിപ്പോൾ ഞങ്ങൾ കാണുക പോകേണ്ടത് ഗോവയിലുള്ളെങ്കിൽ പിന്നൊരു പ്രത്യേകിച്ചുള്ളെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് ഈ കാണേണ്ട ബ്രിഡ്ജ്. ഇത് സുവാരി പുലയുടെ മേലുള്ളെങ്കിൽ ബ്രിഡ്ജ്, അതുകൊണ്ട് ഇതിന്റെ പേര് സുവാരി ബ്രിഡ്ജിൻ്റാണ് ഇതിന്റെ പേര്. ഇത് കേബിളിലാണ് ഉള്ളത്. ഇത് ഇന്ത്യയിൽ രണ്ടാമത്തെ ഏറ്റവും ഇതുള്ളെങ്കിൽ ബ്രിഡ്ജിൻ്റാണ് ഉള്ളത്. 640 മീറ്റർ ആണ് ഇതിന് ഉദ്ദ ഉള്ളത്. ഇത് 2016 ഇതിന് സ്വര തുടങ്ങിയിട്ട് 2022 ഇതിലെന്തായിട്ട് ഫസ്റ്റ് ആയിട്ട് ഉദ്ഘാടനം ആക്കിയത് നിതിൻ ഗഡ്കരിയാണ് ഇതിൽ എന്താക്കിയത് ഉദ്ഘാടനം ആക്കിയിട്ട് 2023 ഇത് ആൽമാർ പോണുള്ള ഇത് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ പിന്നൊരു പേരുണ്ട്, മനോഹർ സേതു ചൊല്ലെങ്കത്തെ ഒരു പേര് കൂടി ഇതൊക്കെയുണ്ട്, പുതിയൊരു പേര് കൂടി ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പിറ്റേണ്ട സുബൈത്ത് ഞങ്ങളിതിരിപ്പോൾ ഒരു വന്ദേ ഭാരത് ട്രെയിൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ മുംബൈക്ക് എത്തിയോണ്ട് വന്ന ഇത് ഏകദേശം സുബൈ ഒരു 4 ഗಂಟೆ എത്തണം ട്രെയിൻ. ഇപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇന്നിപ്പോൾ ചൊല്ലുകൊള്ള ഈ ഒരു ട്രെയിനിൻ്റെ വിഷയമാണ് ചൊല്ലുകൊള്ളത്. ഈ ഒരു ട്രെയിൻ ചൊല്ലത് കൊച്ചുവേലി മുംബൈ LTT സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഈ ഒരു ട്രെയിൻ ചൊല്ലുക. ട്രെയിൻ നമ്പർ 22114. ഇതേപോലെ ഇത് റിട്ടേൺ വരുമ്പോൾ അതായത് മുംബൈയിലെ കൊച്ചുവേലിക്ക് വരുമ്പോൾ 22113 ആണ് ഇതിന്റെ നമ്പർ അവിടുത്തെ. ഈ ഒരു ട്രെയിൻ ഉണ്ടാക്കുക കാരണം എന്താ വെച്ചെങ്കിൽ മുന്നോലു അതായത് പോണകായിട്ട് അതായത് മുംബൈക്ക് പോണോകു ഏകദേശം ഒരു 40 ಗಂಟೆ പിടിച്ചു കഴിഞ്ഞത്. പക്ഷെ ഈ ഒരു ട്രെയിൻ വന്നത് കൂടെ ഒരു 27-30 ಗಂಟೆರೊಳಗ ಈ ഒരു ಟ್ರೈನ್ ಇಂದ മുംബൈക്ക് എത്തുക ആയിത്തു. അതേപോലെ ഈ ഒരു ട്രെയിൻ തുടങ്ങിയത് 2012 ഫെബ്രുവരി 3
ലോകമാന്യ തിലകരായിട്ടേക്ക് ഈ ഒരു ട്രെയിൻ എന്തായിക്കറി ഫ്ലാഗ് ഓഫ് ആക്കിയത്. അതേപോലെ ഈ ഒരു ട്രെയിൻ ചൊല്ലത് എല്ലാ നാളും ഇല്ല. ഈ ഒരു ട്രെയിൻ ചൊല്ലത് തിങ്കളാസും അതേപോലെ ബാലാസ് ആയിട്ട് ഈ ഒരു ട്രെയിൻ ഉള്ളത്. അത് ഈ ഒരു ട്രെയിനിൽ പിന്നെ നേരത്തെ ചൊന്ന പോലെ കൊങ്കൺ റെയിൽവേ ഞങ്ങൾ അടിപൊളിയായിട്ട് നോക്കുക പറ്റുമെങ്കിൽ ഒരു റൂട്ടായിട്ടേക്ക് ഈ ഒരു റൂട്ട് ചൊല്ലത്. ഇതാക്കുക പിന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേത്രാവതി എക്സ്പ്രസ്സിലെ ട്രെയിനിൽ ആൾക്കാർ കുറക്കുക ചൊല്ലതായിട്ട് ഈ ഒരു ട്രെയിൻ ആക്കുക പിന്നൊരു പ്രത്യേകത ചൊല്ലത്. അതേപോലെ ഈ ഒരു ട്രെയിനിൽ എന്തില്ല പാൻട്രി കാർ ചൊല്ലത് ഈ ഒരു ട്രെയിനിൽ ഇല്ല. അപ്പോൾ ഫുഡ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ പറത്തിലെടുക്കണം, ഇല്ലെങ്കിൽ വരുമ്പോൾ എന്താക്കണം ഫുഡ് എടുത്തുകൊണ്ട് വരണം. അങ്ങനെ ആയിട്ടേക്ക് ഈ ഒരു ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഒരു അതായത് മുംബൈ പോകണ്ടെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട് ചൊല്ലാം ഈ ഒരു ട്രെയിൻ ചൊല്ലത്. അപ്പോൾ ഏകദേശം ഈ ഒരു ട്രെയിൻ പോകേണ്ട കിലോമീറ്റർ ചൊന്നെങ്കിൽ 1813 കിലോമീറ്റർ ആണ് ഈ ഒരു ട്രെയിൻ എടുക്കുന്നത്. അതേപോലെ ഇത് എല്ലാ മൊത്തം സ്റ്റോപ്പില്ല, ചെറിയ ചെറിയ ചില പ്ലേസ് മാത്രമായിട്ടേക്ക്, അതായത് മെയിനായിട്ടുള്ള ചില പ്ലേസ് മാത്രമായിട്ടേക്ക് ഇതിൽ എന്തുള്ളത് സ്റ്റോപ്പ് ഉള്ളത്. അതേപോലെ ഇതിൽ എല്ലാ എന്തുണ്ടോ സാധാരണ ട്രെയിനിൻ്റെ ഗൊന്തുള്ള കാര്യമാണ്, ഗൊന്തുള്ളതെല്ലാം ഇതിൽ അവൈലബിൾ കിട്ടും. അപ്പം അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഇപ്പം എന്താക്കിയ മുംബൈക്ക് എത്തിയ. ഇനി മുംബൈയിൽ ഞങ്ങൾ എന്തായത് മുംബൈ അതായത് ലോകമാന്യത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ പറത്ത് വന്ന ഇനി ഞങ്ങൾക്ക് ഒരു ചെറിയ ഈ മുംബൈ ചുറ്റരംഗത്ത് കാര്യമായിട്ടിരിക്കുന്നുള്ളത്. അതേപോലെ ഇത് ഞങ്ങൾ പണ്ടത്തെ ഒരു എഞ്ചിൻ നമുക്ക് കാണാൻ സാധ്യമായിട്ടുണ്ടോ. അങ്ങനെ ഞങ്ങൾക്കുള്ള ബസ് വന്ന് ഈ കാണേണ്ടത് ഈ ഉസ്താദിനെ കൂടായിട്ടിരിക്കുന്ന ഞങ്ങൾ ടൂറ് വന്നത്. ഇത് റൈഹാൻ ഹോൾ ടൂർസ് എന്നാണ് പേര്. ഇനി മുംബൈയിലുള്ള ഒരുപാട് കാഴ്ച ഞങ്ങൾക്ക് കാണാം. ഇനി പണ്ട് വീഡിയോയിൽ മുംബൈയിൽ ഒരുപാട് കാഴ്ച ഞങ്ങൾക്ക് കാട്ടൊക്കെ ഉണ്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എന്താക്കുക, ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക. നോക്കി എല്ലാവർക്കും നന്ദി, ബായ്.